എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത് നമ്മൾ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിലെ മെമ്മറി ഫുള്ളായി എന്നുള്ള മെസ്സേജ് നമ്മുടെ ഫോണിൽ വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റിങ്സാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഫ്രീ ആവുകയും നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റിങ്സാണ് നമ്മൾ ഈ വീഡിയോയോട് പറയാൻ പോകുന്നത്. ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി സ്പേസ് പെട്ടെന്ന് ഫ്രീ ആകുകയും നമുക്ക് ഫോണ് പഴയ രീതിയിൽ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്തു വെക്കേണ്ട, പെട്ടെന്ന് ചെയ്യേണ്ട ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിലെ മെമ്മറി ഫുള്ളായെന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഫോൺ മാനേജർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കേണ്ടതാണ്. അതിനായിട്ട് ഞാനിവിടെ ഫോൺ മാനേജർ എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫോൺ മാനേജർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഫോൺ മാനേജറിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്കിവിടെ വേണമെങ്കിലൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഫോൺ ക്ലീൻ ചെയ്യുക, പ്രൈവസി, സെക്യൂരിറ്റി, ജനറൽ, ഈ വിഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തുന്ന സംവിധാനമൊക്കെ ഈ ഫോൺ മാനേജറിലുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഡൺ പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ക്ലീൻ അപ്പ് സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഫയൽ മാനേജറിൽ നമുക്ക് ആ ഓപ്ഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ധാരാളം ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ഫുള്ളായിരിക്കുകയാണ്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. നമുക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ട്രാൻസ്ഫർ ടു SD കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി ട്രാൻസ്ഫർ ടു SD കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ സ്ക്രീനിൽ ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. താഴെ നമുക്ക് കാണാവുന്നതാണ് സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള ഫോട്ടോസും വീഡിയോസും മറ്റു ഫയലുകളെല്ലാം നമുക്ക് SD കാർഡിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ കാണിക്കുമെങ്കിലും നമുക്ക് വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് വരാനായിട്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാം. നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് എബൌട്ട് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യാം. എബൌട്ട് ഡിവൈസ്, ഇവിടെ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ആ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള മെമ്മറി സ്റ്റോറേജ് എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഗ്രാഫ് നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇമേജ് എന്തോരെയുണ്ട്, വീഡിയോസ് എന്തോരെയുണ്ട്, APK ഫയൽ എന്തോരെയുണ്ട്, പിന്നെ ആപ്സ് എന്തോരെ എടുത്തിട്ടുണ്ട്, ഡോക്യുമെൻ്റ്, അതിന് തൊട്ട് താഴെയായിട്ട് ഓഡിയോ, മറ്റ് വിഭാഗങ്ങൾ, പിന്നെ സിസ്റ്റം ഫയൽസ്,
ഇതൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഓരോന്നും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് എന്തോരം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ മെമ്മറിയാണ്. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ മെമ്മറി ഫുള്ളായി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് SD കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ക്ലീൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മെമ്മറി ഒന്ന് ക്ലീൻ ചെയ്യാം. പഴയ സ്ക്രീനെ പോലെ തന്നെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ടു SD കാർഡ്, ആദ്യമേ കാണിച്ച അതേ സ്ക്രീനിലേക്ക് തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ SD കാർഡ് എന്നുള്ള ഓപ്ഷനും നമുക്ക് പുറകോട്ട് വന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്കിവിടെ ഫോർമാറ്റ് ചെയ്യാം. SD കാർഡ് വേണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫോണിലുള്ള SD കാർഡിലുള്ള എല്ലാ ഫയലുകളും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് SD കാർഡ് ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലീൻ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ട സ്ക്രീനിലെ പോലെ തന്നെ ട്രാൻസ്ഫർ ടു SD കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കാണിച്ചതുപോലെ തന്നെയുള്ള സ്ക്രീനാണ്. നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള ഫയലുകളെല്ലാം ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന ഓപ്ഷനായ സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ളൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള എല്ലാ ഫയലുകളും നമുക്ക് SD കാർഡിലേക്ക് മാറുന്നതാണ്. ഞാനിവിടെ സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ളൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് നമുക്ക് SD കാർഡിലേക്ക് മാറ്റേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും ടിക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിനു മുമ്പായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് താഴെ ട്രാൻസ്ഫർ ടു SD കാർഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വരുന്ന സ്ക്രീന് നമുക്കിവിടെ സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ ആദ്യമേ കണ്ട അതേ സ്ക്രീനിലോട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കിവിടെ സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. നമുക്കിവിടെ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്, APK ഫയല്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതൊക്കെ ഫയലാണ് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നും SD കാർഡിലേക്ക് നീക്കം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ഓരോ ബോക്സിലും ടിക്ക് മാർക്കിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് SD കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യേണ്ടതാണ്. അതിന് ഞാനിവിടെ ഫോട്ടോസ്, വീഡിയോസ് രണ്ടും സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഫയലുകളെല്ലാം നമ്മുടെ SD കാർഡിലേക്ക് മാറുന്നതാണ്. താഴെ ഡൺ എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ആ ഡൺ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് നമുക്ക് OK കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് നമുക്കിവിടെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി പെട്ടെന്ന് ഫുള്ളായി കഴിഞ്ഞാൽ ഉടനടി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഫുള്ള് ആയിട്ട് മെസ്സേജ് വരുന്നതെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റിയ, നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ പറ്റിയ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോണിലൊരു മെമ്മറി കാർഡ് ഉണ്ടായിരിക്കണമെന്നുള്ളത് ഉറപ്പായിട്ടും വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ വർക്കാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.